നമ്മുടെ നെൽകൃഷിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് നെല്ലിനെക്കുറിച്ച് യാതൊരുവിധ അറിവുമില്ല. നെൽപ്പാടങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടു പോയ നെൽപ്പാടങ്ങൾക്ക് നമ്മളവർക്ക് പഠനത്തിന് വേണ്ടിയാണ് ഇപ്പം ഞാനിത് ചെയ്തിരിക്കുന്നത്. നെൽകൃഷി എങ്ങനെയാണ് എന്ന് അറിയുന്നത് അവരുടെ അറിവിലേക്കായാണ് ഇത് ചെയ്യുന്നത്. ഇതിപ്പോൾ ചെയ്തിട്ട് 1 മാസത്തോളമായിട്ടുണ്ട്. 1 മാസം കൊണ്ടെത്തിയ വളർച്ചയാണ്. അതിൽ കൂടെ തന്നെ നമ്മൾ കൃഷ്ണതുളസിയെ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൃഷ്ണതുളസി നല്ലൊരു ഔഷധ ചെടിയാണ്. കാണാനും ഭംഗിയാണ്, നല്ല മണവുമുണ്ട്, ഗുണവുമുണ്ട്. അതും കൂടെ ചേർത്താണ് നമ്മൾ ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പഠനത്തിന് ഉപകരിക്കുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ വെച്ചാൽ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആടി നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല പ്രത്യേക ഭംഗിയാണ്. പണ്ട് നെൽപ്പാടങ്ങളിലെല്ലാം അങ്ങനെ ഒരു സമയത്ത് നല്ലൊരു രസകരമായ കാഴ്ചയായിരുന്നു. ആ കാഴ്ചയെ പുനരുജ്ജീവിപ്പിച്ചാണ് ഞാൻ ഇത്തരത്തിലൊരു ചെയ്ത്. ഒരുപാട് ധനച്ചെലവൊന്നും ഉള്ളതല്ല. ഒരു 30 രൂപയ്ക്ക് ഒരു 1/2 കിലോ വിത്ത് വാങ്ങി നമ്മൾ ആ ചട്ടികളിൽ ശകലച്ച മണ്ണും ചാണകപ്പൊടിയും ഒക്കെ ചേർത്ത് അതിനെ നല്ലതുപോലെ ഇളക്കി ചട്ടിയുടെ പകുതി ഭാഗം മാത്രം നിറച്ചുകൊണ്ട് അതിൽ വിത്തിട്ട് വിത്തിൻ്റെ മീതെ ചാണകപ്പൊടിയും വിതറി വെള്ളവും നനച്ചു കൊടുക്കുമ്പോൾ 3 ദിവസം കഴിയുമ്പോൾ ഇത് പൊടിച്ചു വന്നു തുടങ്ങും. അപ്പോൾ അതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനിങ്ങനെ നമുക്കിങ്ങനെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനുള്ളൊരവസരവും നല്ലതുമാണിത്. നമുക്ക് കാഴ്ചയ്ക്ക് നല്ല ഭംഗിയാണ്. ഇതേപോലൊരു സംഭവം നമ്മുടെ വീടിൻ്റെ ഇങ്ങനെ വയ്ക്കണം. ഇതിങ്ങനെ വയ്ക്കുമ്പോൾ ഇത് നല്ലൊരു രസകരമായ ഒരു കാഴ്ചയാണ്.